Hello guys, it's me, Cloud Canvas. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു സ്ഥലം വരുമ്പോഴാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഒരു വൈറ്റ് കളറിലെ ടോപ്പ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇടുന്നത്. അപ്പോൾ പറയാൻ പറഞ്ഞത് നമ്മൾ ഇന്നൊരു ഹിൽ പാലസിലാണ് പോണത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ ഹിൽ പാലസിൽ പോവാണ്. അപ്പോൾ ഇത് കയറിയപ്പോഴൊരിതാണ് പറയേണ്ടിയിരിക്കേണ്ടത്, അവിടുത്തെ ചെടികൾ, എന്തോരം ചെടികളാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഈ വഴി സ്റ്റെപ്പിലാണ് കയറേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇതിൽ കൂടി എല്ലാം തോന്നണം ഇത് പക്ഷെ നമ്മൾ ഈ വഴി കൂടിയാണ് അങ്ങോട്ട് കയറിപ്പോയത്. നമ്മൾ കുറച്ച് വൈകിപ്പോയി അകത്തേക്ക്, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. എൻട്രി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് അത്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന്. എന്നാലും കുറേ ഒന്നും കണ്ടിട്ടുമില്ല. അപ്പോഴേക്കും നമ്മളെ ഇറക്കിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്നാലും കാണാൻ പറ്റണേക്ക് ഒരുവിധം കണ്ട്. ബോഗൺവില്ലേന്ന്, എന്തോരം ബോഗൺവില്ലേന്നറിയൂ ഗൈസ്. ഇത് എന്ത് നല്ല കളറായിരുന്നതേ. നമ്മുടെ കൊട്ടാരം ദേ അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നടന്ന് അങ്ങോട്ടേക്ക് പോകാം. കുറേ കാര്യങ്ങളുണ്ടല്ലോ കാണാൻ. അപ്പം അതൊക്കെ കണ്ട് പതിയെ പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് കയറാൻ നേരത്തെ മുന്നേ ഉള്ളൊരു പൂവിൻ്റെ ഒരു ഇതാണ്. ദേ നമ്മുടെ കൊട്ടാരത്തിൻ്റെ തൊണ്ടൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് കാണാം. അപ്പോൾ ദേ നമ്മൾ കുറച്ച് എവിടെ നോക്കിയാലും ചെടികളുടെ പൂരമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ചെടികളുടെ വേണമെങ്കിൽ തൃശ്ശൂർ പൂരം നടത്താം. ഈ തമാശ. അപ്പോൾ ദേ നമ്മളിപ്പോൾ പോകാൻ പോണത് കാണുന്ന വീട്ടിലല്ല, കൊട്ടാരത്തിൻ്റെ ആ ഭാഗത്തേക്കാണ്. ആ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. എനിക്ക് ചെറുതായിട്ട് ഓർമ്മ വന്നത് ഇതാണ്. ഞാൻ പറഞ്ഞു തരാം. ഈ വോയിസ് ഓവർ അല്ലേ, കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം എത്തും നമ്മുടെ സ്ഥലം. നമ്മുടെ ഇന്നസെൻറ്റിനെ ഓർമ്മയില്ലേ? അതിനെ ആരും മറക്കാൻ ചാൻസ് ഇല്ലല്ലോ, നമ്മുടെ ഇന്നസെൻറ്റ്. അപ്പോൾ നമ്മൾ വാതിൽ തുറക്കാൻ വരുമ്പോൾ പേടിച്ചു പോണത് ആ സ്ഥലമില്ലേ, ആ ഒരിതാണ്. കണ്ടപ്പോൾ ഒന്നും തോന്നില്ല, പക്ഷേ ഈ ശില്പം ഇത് കണ്ടപ്പോൾ ഒരു ഇത് തന്ന്. അപ്പോൾ ഒരു ക്ലൂ പോലെ. അപ്പോൾ അത് തന്നെയൊന്ന് ഉറപ്പിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നസെൻറ്റ് വന്ന് താക്കോൽ ഉറക്കാൻ പോണ ആ ഒരു സ്ഥലമാണിത്. അതാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് കണ്ടിട്ട് അത് തന്നെ തോന്നി. അത് തന്നെയാണ്, ഉറപ്പാണ്. അതിന് നമ്മൾ ഇവിടെയൊക്കെ ചുറ്റി കണ്ട് നടക്കുമായിരുന്നു. ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു ഗൈസ്. ഭയങ്കര സീനറി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലച്ചോമൂലക്കൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് എസ്തറ്റിക്. അവളെ പൂക്കിയാണ് ഗൈസ്, പൂക്കി. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഇങ്ങനെ ചുറ്റിയിരുന്നു. ഞാൻ ഷോർട്സിലെടുത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണം. അതൊരു ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പിന്നെ അതുകൊണ്ട് ചരിച്ചെടുക്കാൻ പറ്റാവുന്നത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് അങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മുടെ കൊട്ടാരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ്, കൊട പോലെ നിൽക്കായിരുന്നു ബോഗൺവില്ല. എന്ത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഒരു ഉള്ളിലേക്ക് എന്തോ കയറിയത്. മറ്റേ പിന്നെ ഓടൂലേ, ഒരു ചേച്ചി ഓടൂലേ, എന്തോ കൊട്ടാരടി അങ്ങനെ എന്താണ്. പിന്നെ നമ്മൾ അവിടുത്തെ കുളം കണ്ടു. കുളം ഭയങ്കര പച്ചയായിട്ട് ഇടങ്ങി. പിന്നെ മുകളിൽ നിലയൊക്കെ വേണം, കുറച്ച് നിലങ്ങളൊക്കെ ഇടങ്ങി. എന്നാലും നല്ല പച്ചക്കുളമായിരുന്നു, ഭയങ്കര നാച്ചുറാലിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കൂടെ നിന്നിട്ട് ഒന്ന് സൈഡിലേക്ക് കയറി നിന്നിട്ട് അതിൻ്റെ കുളത്തിൻ്റെ അവിടുത്തെ മൊത്തം കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇവിടെയാണ് നമ്മുടെ കുളം ഇരിക്കണത്. ഇവിടെ നമ്മുടെ കുളിക്കണ കുളമാണ്. അപ്പോൾ അവിടെ പൂട്ടിയിട്ടേക്കുന്നത് ഞങ്ങൾ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല അല്ലെങ്കിലും. അപ്പോൾ അകത്ത് കയറാൻ പറ്റില്ല. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു വലിയ വിഷമം. എനിക്ക് ആ റൂമുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അകത്ത് എൻട്രി അതിന് മുന്നേ സമയം തീർന്നിരുന്നു. ഞങ്ങളാണെങ്കിൽ 4:45 കേൾപ്പോഴാണ് അവിടെ എത്തിയത്. 6 മണിയായപ്പോൾ അതിൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കയറാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ വീഡിയോസാണ് കൂടുതലും കിടക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ ഫോട്ടോ എടുക്കുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയേക്കും. നല്ല അടിപൊളി സ്ഥലമാണ്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാഗവല്ലിയുടെ സ്ഥലവും കൂടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കഴിയാറായപ്പോൾ പോകാൻ നേരമായപ്പോഴേക്കും നമ്മൾ കുറച്ചൊക്കെ കണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. സമയം തീരുന്നതിനെ ഓടി അടയ്ക്കുന്നു ഞങ്ങൾ. ആ മുന്നിൽ പോണതാണ് എൻ്റെ അമ്മ. അതാണ് കേട്ടോ എൻ്റെ അമ്മ.
അപ്പോൾ അമ്മേനോട് അച്ഛൻ പോസ് എവിടെയെങ്കിലും നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കണ കോലാണിത്. ബാഗ് കൂർന്നു എന്ന് പറഞ്ഞാണ് നിൽക്കണത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഫോട്ടോക്ക് ഇങ്ങനെയൊക്കെയാണ് എടുത്തത്. വല്ല പോസിലൊക്കെ ഇരിക്കണമെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പോസിലൊക്കെ നിന്നൊന്നുമില്ല. അപ്പം അങ്ങനെ എടുത്തു എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ മീറ്റിംഗ് നടത്തുന്ന സ്ഥലമോ അവിടെ എവിടെയോ നിന്ന് മീറ്റിംഗ് അതിന് വീട്ടിൽ നിന്ന് നമ്മളൊരു ചെറിയ ഗെയിം കളിച്ച് ഇങ്ങനെ കൈയിട്ട് കണ്ണടച്ചിട്ട് കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മിഠായി സെലക്ട് ചെയ്യണ ഗെയിമില്ലേ, അതാണ് കളിച്ചത്. അപ്പോൾ കളിച്ചു. ഓടിച്ചെടുത്താൽ ആവില്ല, പകുതി പറഞ്ഞ അടിച്ചിനകത്ത് വെച്ചതാ. വേണ്ട, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അച്ഛനൊക്കെ ആരുമ്പോഴാണ് ഇടയില്ല. കറക്കട്ടെ ഞാൻ ഒരാളുടെ വേണ്ട സ്റ്റാർട്ടോറാ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അത് നീ അറിഞ്ഞോണ്ട് എടുത്തല്ലേടി, ഞാനിവിടെ വെച്ചാ നിർത്താൻ പറഞ്ഞത്. അപ്പോഴേക്കും വേണ്ട, നാളെ വരെ റിസൾട്ട്. എനിക്ക് ചോറ് കണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് ചോറ് കണ്ടിരിക്കാൻ പൊട്ടിക്കാന് വരും. ക്യാരമല വലുതാണ്. ഞാൻ നടക്കണ്ടേ? റെഡി സ്റ്റാർട്ട് അറിയണ്ട, സ്റ്റാർട്ട് അറിയണ്ട. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഒരെണ്ണം ഞാൻ കഴിച്ചത് കഴിക്കാന്ന് വിചാരിച്ച് കഴിച്ചില്ല. കഴിക്കാന്ന് വിചാരിച്ച് കഴിച്ചില്ല. ടെസ്റ്റ് അതെന്തോ വായല് എന്തൊരു ചൊല്ല എന്തോ പോലെ കണ്ണടച്ചൊന്ന് കറക്കിയ കഴിച്ച് എയറിൽ കൈ ഇറക്കണേ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. എനിക്കറിയാം, മനസ്സില്ല ചേട്ടന്. ചെറുതായിരുന്നെങ്കിൽ ഇഷ്ടമല്ല. എന്താടി അത്? എല്ലാ കവറും വേസ്റ്റ് ഞാൻ കഴിച്ചോളാം. കറക്കട്ടെ 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 കറക്കട്ടെ. ഫില്ലിങ്ങുണ്ട്, നല്ല ഫില്ലിങ്ങാ. കടിക്ക് കൊടുക്കുന്നതാ. കറക്കാൻ അവർ ഓക്കെ ചെയ്തു.